സാറിൻ്റെ മുറുക്കാൻ. ബിനിൽ 8ാം ക്ലാസ്സിൽ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കാലം. അവിടെ വെളുത്ത പൊക്കം കൂടിയ സീനിയർ അധ്യാപകൻ സാമൂഹ്യപാഠ ക്ലാസ്സിലേക്ക് മുറുക്കാൻ ചവച്ചുകൊണ്ടാവും വരിക. ഹാജരെടുത്ത ശേഷം ജനാലയിലൂടെ ആഞ്ഞു തുപ്പും. പിന്നെ തകർപ്പൻ ക്ലാസ്സാണ്. ഇടയ്ക്ക് ചുണ്ടിൻ്റെ വശത്തൂടെ ഒലിച്ചിറങ്ങുന്ന ചുവന്ന ഉമിനീര് 2 കൈവെള്ള കൊണ്ടും ഒപ്പിയെടുത്ത് കൈകൾ കൂട്ടിത്തിരുമും. കുട്ടികളോട് സൗഹൃദമായി ഇടപെടുന്ന മലയാളം സാറിനോട് ഇക്കാര്യം ബിനിൽ പറഞ്ഞു. സാറേ, ഞങ്ങൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് മുറുക്കി കാണിച്ചാൽ ആരെങ്കിലുമൊക്കെ അത് തുടങ്ങിയാലോ? സാറ് പറഞ്ഞു, ഇതൊക്കെ കാരണവന്മാരുള്ള വീട്ടിലെ പിള്ളേർ സ്ഥിരം കാണുന്നതല്ലേ. മാത്രമല്ല, അദ്ദേഹത്തിന് പെൻഷനാകാൻ 1 വർഷം കൂടിയേ ഉള്ളൂ. ഇനി ഞാൻ ഒട്ട് പറഞ്ഞാലും സാർ അത് തിരുത്താനൊന്നും പോണില്ല. ഇതൊന്നും ഒരു കാര്യമല്ലടോ. 6-7 വർഷം കഴിഞ്ഞ് ഒരു ദിവസം തൻ്റെ സഹപാഠിയായിരുന്ന ബിജുവിനെ ഒരു കടയുടെ സമീപത്ത് വെച്ച് ബിനിൽ കണ്ടു. അവൻ മുറുക്കി ചവച്ചുകൊണ്ട് നിൽക്കുന്നു. എടാ, ഇത്ര ചെറുപ്പത്തിലേ നീ മുറുക്കു തുടങ്ങിയോ? ഓ, ഞാൻ പണ്ടേ തുടങ്ങി. നീ ഓർക്കുന്നുണ്ടോ സാറ് മുറുക്കി ചുവപ്പിച്ച് ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്നത്? 8ാം ക്ലാസ്സിൽ തുടങ്ങി. നല്ല രസാടാ, നിനക്ക് വേണോ? ഒരു സുഖമുണ്ട്. അപ്പോൾ ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പണ്ടത്തെ തൻ്റെ നീതിബോധത്തെ ബിനിൽ സ്വയം അഭിനന്ദിച്ചു. ആശയത്തിലേക്ക്. കടൽ തീരത്ത് വിശ്രമിക്കുന്ന കപ്പലും അതിനുള്ളിലെ ചരക്കും കപ്പിത്താനും സുരക്ഷിതരാണ്. കടലിൽ ചുഴികളുണ്ട്, കൊടുങ്കാറ്റുണ്ട്, വൻ തിരമാലകളുണ്ട് എന്ന് കരുതി കൈയും കെട്ടിയിരുന്ന് കാലാവസ്ഥയെ പുച്ഛിച്ചാൽ മികച്ച കപ്പിത്താനുമാവില്ല. ലക്ഷ്യസ്ഥാനത്ത് ചരക്കുമെത്തില്ലല്ലോ. നാം അറിഞ്ഞും അറിയാതെയും മാതൃകയായും മാതൃകയാക്കിയും കടന്നു പോകുന്നു. ഓരോരുത്തരും അവരവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് രംഗം വിടുന്നു.